കല്യാണത്തിൽ നടക്കുന്ന ദൂർത്ത് എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ചോക്ലേറ്റിന്റെ ഗോപുരങ്ങളല്ലേ നമ്മളെ എൻഗേജ്മെന്റിന്റെ പേരിൽ നടത്തുന്നത്. എന്തിന്? ഈ സ്നിക്കേഴ്സും ഗാലക്സിയും ബോണ്ടിയുടെ ഫോട്ടോ വീഡിയോ റീലാക്കണം, ഫാമിലി ഗ്രൂപ്പിൽ ഇടണം, അത്ര തന്നെ ഉദ്ദേശമുള്ളൂ. ചോക്ലേറ്റിന്റെ പർവ്വതങ്ങളല്ലേ നമ്മൾ എൻഗേജ്മെന്റിൽ നടക്കുന്നത്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിലുള്ള ബന്ധം എന്താ? ഒരാൾക്ക് റസൂലുള്ളാഹിനോട് ഹുബ്ബ് കൂടുമ്പോൾ അയാളിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറഞ്ഞു, ദുനിയാവിനോടുള്ള ഹുബ്ബ് കുറയും. കാരണം ഫാത്തിമ ബീവി ഉപ്പ നോക്ക് അടുക്കള പണിയെടുത്തിട്ട് ഒരു ഖാദിമന ഫാത്തിമ മോളുവ 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 34 അവധി. ഞാൻ ഈ ഹദീസ് ക്ലാസ് കേട്ടപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദിനോട് ഞാൻ അന്ന് ചോദിച്ചിരുന്നു, ഉസ്താദെ എന്താണ് ഫാത്തിമ ബീവിയൊക്കെ ഇങ്ങനെ കഷ്ടപ്പാടുണ്ടായിട്ടും ദുനിയാവ് തീരെ തങ്ങളെ കൊടുക്കാത്തത്? അതിന് ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, മോനെ ഫാത്തിമ ബീവി സ്വർഗത്തിലെ ലീഡറാണ്, പെണ്ണുങ്ങളുടെ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ഫാത്തിമ ബീവി ഇങ്ങനെ ദുനിയാവും ഇപ്പോഴത്തെ ആജിയമാർ എൻ്റെ മക്കൾക്ക് ഞാൻ 2 പീഡിക മുറി പെണ്ണിനടക്കം കൊടുത്ത് അങ്ങനെ കൊടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഫാത്തിമ ബീവി ഈ സ്വത്തിൻ്റെ വിചാരണ കഴിയുന്നവരെ അവിടെ തന്നെ ബോർഡിംഗ് പാസ് കിട്ടാണ്ട് എമിഗ്രേഷൻ കഴിയാണ്ട് നിൽക്കും. അപ്പം ബാക്കി കുറേ പാവങ്ങളായ പെണ്ണുങ്ങളെല്ലാം സ്വർഗത്തിലെത്തിയിട്ട് അധ്യക്ഷത വഹിക്കേണ്ട ആൾ ഡിലേ ആയി പോകും. ബുദ്ധിയുള്ള നേതാവിന് അതറിയാം, എൻ്റെ മോള് സ്വർഗത്തിൽ ആദ്യത്തെ ആളാണ്, മോള് പോട്ട് ദുനിയാവ് വേണ്ട മോളെ. എന്താ മറുപടി? എന്താണ് ഇസ്ലാം? കണ്ടങ്ങള്, ഇതാണ് ഗസാലി ഇമാമ് ഇഹിയയിൽ ഉടനീളം എന്തിനാണ് ഇഹിയ നമുക്ക് എഴുതി തന്നത്? ദുനിയാവ് വേണ്ടടാന്ന് പറയാൻ. അതിനായി എടുത്തത്. വേറെന്താ പിന്നെ താല്പര്യം? ഇത് മുഴുവൻ ഈ കിതാബ് വായിച്ചു നോക്കിയാൽ നമുക്ക് അതന്നെ മനസ്സിലാവുള്ളൂ. കുട്ടികൾക്ക് ദുനിയാവിനോടുള്ള ഹുബ്ബ് വരാതെ ഉപ്പയും ഉമ്മയും ശ്രദ്ധിക്കണം. അവൻ്റെ കൂടെയുള്ള എല്ലാവരോടും സോഫ്റ്റ് വർത്താനം പറയാൻ പഠിക്കണം. സോഫ്റ്റ് വർത്താനം, ആഠ്യത്തിൻ്റെ വർത്താനം ഉണ്ടാവരുത്. അതുകൊണ്ടല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില നല്ല ആജിക്കന്മാരൊക്കെ തന്നെ ആയിരിക്കും, അവർ സ്ഥാപനത്തെ സഹായിക്കും, അവരതിനനുസരിച്ചിട്ട് ഉസ്താദുമാരെയും ഹൈറായ കാര്യത്തെയും ചാരിറ്റിയും ഒക്കെ നല്ലോണം നടത്തും, സഹായിക്കും. ശരി, നല്ല പ്രമാണിമാരായ നല്ല മനുഷ്യന്മാർ. പക്ഷേ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളെടുത്ത് കലക്ഷനോയൊക്കെ നോക്കി ചെയ്യാം. സാഹിത്യത്തിൽ പിശുക്ക് കാണിക്കും അവർ. ഇക്കണോമിക്കലി കുറച്ച് ക്രൈസിസ് ആണ്, ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ബിസിനസ് കുറച്ച് ഡള്ളാണ്. ഇത് പിശുക്കിൻ്റെ ഇംഗ്ലീഷാണ്, സാഹിത്യത്തിൽ പറയണവർ കടകള്. അവരഥവാ എപ്പോഴെങ്കിലൊക്കെ നമ്മളെ സ്ഥാപനത്തിൽ വന്നാൽ 2 തക്കാഫിൻ്റെ ക്യാഷ് ആ ഓഫീസിൽ കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ഗേറ്റ് പൂട്ടിപ്പോയിനെങ്കിൽ 85 വയസ്സുള്ള ഒരു ഉപ്പാപ്പുണ്ടാവും അവിടെ. പണ്ട് മുപ്പര് കുവൈത്തിലോ ഖത്തറിലോ ഒമാനിലോ ജോലി ചെയ്തത് 36 കൊല്ലം. പിന്നെ വീടുമായി, മക്കളൊക്കെ കെട്ടിച്ചെല്ലായി, പിന്നെ പെണ്ണുങ്ങൾക്കും മക്കൾക്കൊന്നും ഉപ്പര് വേണ്ടണ്ടായി, മുപ്പര് ഉപദേശം ഒന്നും തീരെ പിടിക്കാതായി. അതുകൊണ്ട് തന്നെ ഉപ്പര് വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടേക്കുമോ എന്നുള്ള പേടിയിൽ സ്വന്തം ജോലി കണ്ടെത്താൻ സ്ഥാപനത്തിൽ ഉസ്താദിനെ കണ്ടതാ. ഗേറ്റ് കീപ്പറായിട്ട് നിന്നോളാം, രാത്രിയും പകൽ ആര് വണ്ടി വന്നാലും തുറന്നു കൊടുക്കേണ്ടി വരുവേ. പ്രശ്നമല്ല, ആകെ 6000 രൂപയെ ശമ്പളം, കുഴപ്പമില്ല. കാരണം ആരുടെയെങ്കിലും മുന്നിൽ കൈ നീട്ടി ജീവിക്കണതിനേക്കാൾ നല്ലത് അതാണല്ലോ എന്ന് ചിന്തിച്ച ആ 85 വയസ്സുള്ള മനുഷ്യൻ കാലിന് ഓൾറെഡി മുടന്നുണ്ട്, പിന്നെയും ചില പ്രശ്നങ്ങളൊക്കെ ഉപരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മോനുണ്ടല്ലോ, ഈ ആഠ്യത്തിൻ്റെ അങ്ങേയറ്റം അഹങ്കാരം തലയിൽ കയറിയ മോന് ഫണ്ടെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇന്നോവയിൽ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ തഴിച്ചിട്ട് ഗേറ്റ് ഓർക്ക് മനുഷ്യ എത്ര സമയം എടുക്കണത്? ടൈം എത്രയായി? 2 മിനിറ്റ്. ആ പാവം നാസ്ത കഴിക്കാതെ 11:30 ക്യാൻറ്റീന്ന് കിട്ടിയ 2 ചപ്പാത്തി ഇങ്ങനെ ആ കൈ കഴുകാനെടുത്ത സമയത്തിൻ്റെ സാവകാശത്തിലാണ് ഉപരി ഇപ്പോൾ ചൂടാണത്. ഈ ചെറുപ്പക്കാരൻ്റെ 3 ഇരട്ടി വയസ്സുണ്ടാവും ഈ ഉപ്പാപ്പക്ക്. ആ കാലിങ്ങനെ മുടന്നു വെച്ചിട്ട് തുറക്കുമ്പോൾ കിട്ടും തുരുതുര ചീത്ത. എന്തുകൊണ്ട് ഈ മോന് നന്നാവാതിരുന്ന? ആജിക്ക് ഈ ഉമ്മത്തിന് ഉപകാരം ചെയ്യാത്തോണ്ടല്ല, കൊടുത്തിട്ടില്ല ദീൻ. എന്താ പഠിച്ചത്? BDS, മറ്റോനോ ഫാം ഡി, ഇവനോ MLT. ഒറ്റൊരുത്തന് ഇക്കലാബ് ഇതുകാമോ അറിയില്ല. പള്ളിയിൽ ഉസ്താദ് മയ്യത്ത് സ്കരിച്ചാൽ പോരാ, നമ്മളെ മക്കളെ നമുക്ക് കിട്ടണം. അതിന് റഫ് തനഉം ഇല്ലാതെ നോക്കണം, ആഠ്യത്തില്ലാതിരിക്കണം, ലളിത ജീവിതം. എന്താണ് ഈ കിതാബിൻ്റെ ഇബാറത്ത്? ഞാൻ ഒന്നുകൂടി വായിക്കാം. അവൻ്റെ ഒന്നിച്ചാരൊക്കെ ക്ലാസ്മേറ്റ്സ് ഉണ്ടോ അവരോടൊക്കെ താഴ്മുള്ള സ്വഭാവമായിരിക്കും. എല്ലാവരോടും സോഫ്റ്റ് സംസാരമായിരിക്കണം. അതാണ് പഠിപ്പിക്കേണ്ടതെന്ന്
മഹാന്മാർ എഴുതി വെക്കാണ്. സുബ്ഹാനല്ലാഹ്. അടുത്തത് മറ്റുള്ള കൂട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറിക്കുന്നതും വാങ്ങുന്നതൊക്കെ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണം. നോക്കിക്കേ, ഇങ്ങനെ നോക്കണം. എന്നിട്ട് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? മോനെ, അഭിമാനം എന്ന് പറഞ്ഞാൽ കൊടുക്കലിലാണ്, വാങ്ങലല്ല. നീ എല്ലാ ദിവസവും ഓരോരാള് എനിക്കോ കട്ടർ തന്നിന്, ഇവൻ പെൻസിൽ തന്നിന്, മറ്റോന് ഇറേസർ തന്നിന്, നീ അപ്പം കൊടുത്ത. അഭിമാനം എന്ന് പറഞ്ഞാൽ മോന് ഉഷാറല്ല. എപ്പോഴാ മോന് ബാക്കിയുള്ളക്ക് കൊടുക്കല്ലേ വേണ്ടത്, വാങ്ങിയിട്ട് വരിക വേണ്ടത്. ഈ വാങ്ങലെന്ന് പറഞ്ഞ ഹിസ്സത്തൊരു നിസ്സാരമായ കാര്യമാണ്. അയ്യയ്യേ, അത് വേണ്ട മോനെ. മോനെപ്പോഴും കൊടുക്കുന്ന ആളാവണം. ഷെയർ ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. 2 ചിക്കൻ്റെ പീസില്ലേ പ്ലേറ്റിൽ, ഇത്താത്ത ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നാടെ വെക്കണേ, അത് പറയണം. ഫ്രിഡ്ജിൽ എത്ര ചിക്കൻ ഉണ്ടെങ്കിലും ഇപ്പം ഫ്രൈ ആക്കണ്ട. ഉമ്മമാര് ലിബറലാവരുത്. ഇപ്പം അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ കുട്ടി പഠിക്കുക? അതുകൊണ്ടാണ് ആക്സിഡന്റ് ആയത്, ഫോട്ടോ എടുത്ത് പോകുന്ന പിള്ളേരെ കാണുന്നത്. കാരണം എനിക്കത് അറിയില്ല, മനുഷ്യത്വമില്ല. ഇപ്പം ചില കുട്ടികളിൽ നന്മ ഉണ്ടെങ്കിൽ പോലും, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അന്ധനായ മനുഷ്യന്റെ കൈ 40 സ്റ്റെപ്പ് പിടിച്ചിട്ട് നടന്ന അയാളെ ദോഷം പൊറുക്കുന്ന ഹദീസിലുണ്ട്. അതിലല്ല ചിലപ്പോൾ പിള്ളേർക്ക് രസം. പിന്നെ ഈ ഭാഗത്തുനിന്ന് ഒരു അന്ധനായ മനുഷ്യൻ അങ്ങോട്ടേക്ക് നടക്കാൻ, അയാൾ 40 സ്റ്റെപ്പ് ഇയാളെ കൈ പിടിച്ചിട്ട് ചെറുപ്പക്കാരൻ നടന്നെന്ന് വിചാരിക്കാം. ഓനിക്ക് അതിലല്ല മനസ്സമാധാനം, ടേസ്റ്റ്. പിന്നെ ഏതിലാ ഓൻ വീട്ടിലെത്തുമ്പോൾ തുരുതുര മെസ്സേജ്, മൊത്തം വൈബാണല്ലോടോ, നീയാണല്ലോ ഭയങ്കര സംഭവം, ഇൻസ്റ്റയിൽ മൊത്തം നിന്നെ കുറിച്ചാണല്ലോ. എന്താ സംഭവം? നീ ആരോ കൈ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് അവിടെ നടന്നിനാ? എപ്പോ മിന്നാന്ന്? അതെ, അതാരോ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് അതാ 1 മില്യൺ വ്യൂവേഴ്സ്. കയ്യൂല വടി കണ്ട, 40 സ്റ്റെപ്പ് എടുത്തിട്ട് ദോഷം പുറത്തേലല്ല എനിക്ക് അഭിമാനം. ഞാൻ പിന്നെ മൊത്തത്തിൽ ചാരിറ്റി തന്നെയാണ്. എന്നെ ഷോപ്പ് ഉദ്ഘാടനത്തിലൊക്കെ ഞാൻ പരമാവധി വരാമെന്ന്. എങ്ങനെയുണ്ട്? എങ്ങനെ പിള്ളേർ അങ്ങനെ ആവാതിരിക്കല്? പാവപ്പെട്ട അഹമ്മദ് ഖാനെ സ്റ്റേജും ഒക്കെ കയറ്റിയിട്ട് ആജിക്ക താക്കോല് കൊടുക്കും വീടിൻ്റെ. ഫോട്ടോ എടുത്തില്ലേ? എടുത്തോ. എന്നിട്ട് അയാൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഫോട്ടോ നോക്കും, ക്ലിയർ ഇല്ല. അഹമ്മദ് ഖാൻ ഒന്നുകൂടി വാ. ഇതല്ലേ നാട്ടിൽ നിന്ന് കാണുന്നത്. പിന്നെ എങ്ങനെ പിള്ളേർ വന്നാല് പറയൂ? പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതല്ല. അങ്ങനെയല്ല നമ്മളെ നാട്ടിലുണ്ടാവും. അങ്ങനെ വളരെ ത്യാഗം സഹിച്ച് കുട്ടികൾക്ക് ദഫും സ്കൗട്ടും പഠിപ്പിച്ച പ്രിയപ്പെട്ട ഉസ്താദിന് കമ്മിറ്റി വക ക്യാഷ് അവാർഡ് സ്റ്റേജ് കയറ്റിട്ട് കൊടുക്കുന്നത് 100 രൂപ. ഇതാരെങ്കിലും പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞൊന്നും അല്ല കേട്ടോ. ഇനി അടുത്തത്, കുട്ടികൾ നന്നാവാനും മഹാന്മാര് പറയാണ്, വേറൊരാളുടെ മജിലിസിൽ, വേറൊരാളുടെ മജിലിസിൽ കുട്ടികൾ കാർക്കിച്ച് അങ്ങനെ ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഈ ലജ്ജ വളരെ കുറവായിരിക്കും. ലജ്ജ കുറവായിരിക്കും. അത് നിരുത്സാഹപ്പെടുന്നതാണ്. അത് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഉപ്പിയുമ്മി നല്ല ലജ്ജയുള്ള ആളായാൽ പിള്ളേർ നല്ല ലജ്ജ ഉണ്ടാവും. നമ്മളെ സംസാരത്തിലാണ് ആദ്യം ലജ്ജ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് പറയുന്നുണ്ട്, അശദ്ദുന്നാസി ഹയാഅൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലജ്ജ എന്ന് പറഞ്ഞാൽ 3/4 ഇടരുത്, ട്രൗസർ ഇട്ടിട്ട് നടക്കരുത് എന്നുള്ളതൊന്നും മാത്രമല്ല കേട്ടോ. അതതിൻ്റെ ചെറിയ പാർട്ട് മാത്രം. എന്താണ് ഈ ലജ്ജ എന്ന് പറഞ്ഞാൽ? ആദ്യം നമ്മളെ സംസാരത്തിൽ മറ്റുള്ളവർക്ക് വിഷമാകുന്ന വാക്ക്, അശ്ലീലങ്ങൾ ഒന്നും പറയരുത്. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിന്റെ രീതി നോക്കണം നിങ്ങൾ. ഒന്ന്, നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ നേരെ കൈ വെള്ളത്തിൽ മുക്കരുത്. 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ മുക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെ ഒരു നിയമമുണ്ട് നമുക്ക്. ഇദസ്തൈഖദ അഹദുകും മിനൻ നൗം, നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ ഫലാ യഗ്മിസ് യദഹു, കൈ മുക്കരുത്. എവിടെ? വെള്ളത്തിൽ. അതെന്താണ് കൈ മുക്കരുത് എന്ന് പറയണത്? അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന നോക്കണം. എന്താ കാരണം? സത്യത്തിൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മളെ കൈ ചിലപ്പോൾ ഔറത്തിൻ്റെ ഭാഗത്ത് പോയിട്ടുണ്ടാവും, അവിടെ ചൊറിഞ്ഞിട്ടുണ്ടാവും, മൂത്രത്തിൻ്റെ ഒരു അംശം കയ്യിലായി, അല്ലെങ്കിൽ വിയർപ്പായി, അതായത് മൂത്രവും വിയർപ്പും കൂടിയായി നജസായി. 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ മുലാഖാത്ത് അവലോടുകൂടി അത് നജസാവും. അതാണ് അതിൻ്റെ കാരണം, അതാണ് സംഭവം.
ഔറത്തിന്റെ ഭാഗത്തൊക്കെ കൈ ചൊറിയാനും മറ്റൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ റസൂലുള്ളാഹിന്റെ ആ മാന്യമായ വാക്ക് നോക്കണം. നിങ്ങൾ ഉറക്കത്തുണർന്നാൽ കൈമുക്കരുത് വെള്ളത്തിൽ. ഉടനെ തങ്ങൾ അതിന്റെ കാരണം പറയണത് കൈ രാത്രി എടെല്ലാം പോയിനെന്ന് അറിയില്ലല്ലോ, അത്രേ പറയുള്ളൂ, അത്രേ പറയുള്ളൂ തങ്ങൾ. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. അൽ ഹയാ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഈ സെക്സ് ഓവറായിട്ട് പറയുന്ന ആളുടെ ഫോർ ഫാദേഴ്സിലോ തലമുറയിലോ ആരെങ്കിലും വ്യഭിചരിക്കുന്ന ആളുണ്ടാവുന്ന അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ മനസ്സിലൊന്നുമില്ല, ഞാനെല്ലാം തുറന്നു പറയുന്നു. മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിൽ മാത്രമല്ല, പറയരുത് അങ്ങനെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും പറയൂല, തങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കൂല. ആയിഷ ബീവി പറഞ്ഞില്ലേ, ഞാനും തങ്ങളും ഔറത്ത് പരസ്പരം കണ്ടിട്ടില്ല. ഇബ്നു ഹജർ അതിനെ അഷ്റഫുൽ വസായിൽ വിശദീകരിച്ച് എന്തൊരു ലജ്ജയാണ് ഈ പറയണത് നോക്കൂ, എന്തൊരു ലജ്ജയാണ് അവിടുന്ന്. എങ്ങനെ ലജ്ജയില്ലാതിരിക്കല്? അള്ളാഹു അല്ലേ തങ്ങളെല്ലാം പഠിപ്പിച്ചത്. എന്റെ എല്ലാം തന്നത് അള്ളയല്ലേ. അള്ള എങ്ങനെയാ പറയല് ഖുർആനില്? ഒളു മുറിയുന്ന കാര്യം, പെണ്ണുങ്ങളെ തൊട്ടാൽ ഒളു മുറിയും. അതിന് മുമ്പ് എന്താ ഖുർആനിൽ പറയണത്? നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഒളു മുറിയും എന്നാ പറയണത്. നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഒളു മുറിയും. ടോയ്ലറ്റിൽ പോയാൽ ഒളു മുറിയും. നമ്മൾ നേരത്തെ മൂത്രയിക്കാനോ അല്ലെങ്കിൽ വേറെന്തിനോ പോയപ്പോൾ ആ ജനലിന്റെ സൈഡിൽ ഫോണോ അല്ലെങ്കിൽ ബ്രഷോ വെച്ചിന്, ഉദാഹരണം, അത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് അത് മറന്നുകൊണ്ട് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ടോയ്ലറ്റിൽ പോയാൽ ഒന്നും അറിയും ഇല്ല. പിന്നെ എന്താ ടോയ്ലറ്റിൽ സാധാരണ പോക്ക് കാഷ്ടിക്കാനും മുദ്രയ്ക്കാനും ഒക്കെയാണ്. അതാണ് ഖുർആൻ പറയുന്നത്. ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഒന്നും അറിയും. അങ്ങനെ ഖുർആൻ പറയൂ, അത്രേ പറയുള്ളൂ. ഇത് നിങ്ങളെ റൊമാൻറ്റിക് പറയുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ പുസ്തകമല്ല, ഉംറുൽ ഖൈസിന്റെ കവിത അല്ല ഇത് ഖുർആനാണ്. ഖുർആൻ അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആനും ഹദീസും ഉൾക്കൊണ്ട ഫിഖിഹിന്റെ ഗ്രന്ഥത്തിൽ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദ എങ്ങനെയാ ഹെഡിങ് ഇടല്? ആദാബുൽ ഖലാ അങ്ങനെ പറയല്. എന്താ ഖലാ എന്ന് പറഞ്ഞാൽ? ഒഴിഞ്ഞ സ്ഥലം. എന്താ മൂത്രയിക്കുമ്പോൾ ടോയ്ലറ്റിൽ കാഷ്ടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ എന്ന് പറയാൻ അറിയാറ്റ ഒന്നും പറയൂല. ആദാബുൽ ഖലാ, ഒഴിഞ്ഞ സ്ഥലത്ത് പോകുമ്പോൾ ഉള്ള മര്യാദ അങ്ങനെ പറയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു മാന്യത. ഈ ക്ലാസ് എടുക്കുന്ന ആളെങ്ങനെയാ ഇക്കാഹിന്റെ അധ്യായം എടുക്കുമ്പോൾ പച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം? നോ 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 നോ. നമ്മുടെ നാവ് എപ്പോഴും മാന്യമായ നാവായിരിക്കും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുട്ടികളെ ലജ്ജ നന്നായിട്ട് പഠിപ്പിക്കണം, ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണം. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്നും ഉടുക്കാതെ കുളിച്ചിട്ടാ വരുന്നത്, ഒന്നും ഉടുത്തിട്ടില്ലോ. അങ്ങനെ ചില കുട്ടികളുണ്ടല്ലോ, അങ്ങനെ കുളിച്ചിട്ട് നേരെ ബാത്റൂമിൽ നിന്ന് കിച്ചൺ വഴി സെൻട്രൽ ഹാള്, ഡൈനിങ് ഹാള്, അങ്ങനെ 4 യൂണിറ്റുകളിൽ നിന്ന് ശേഖരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് വാഹനജാഥ പിന്നെ ബെഡ്റൂമിലേക്ക് എത്തും. ഓനെ വിളിക്കാം, ഡാ ഇങ്ങോട്ട് വാ. എന്താണ് നാണം പോണല്ലേ, ചിന്തടിക്കോലോ, അനിയനല്ലേ എൻ്റെ കണ്ടിക്ക ഒന്നുണ്ട്. അങ്ങനെ കുട്ടിക്ക് ലജ്ജ പഠിപ്പിക്കണം. തോർത്തെടുത്തിട്ടല്ലേ ബാത്റൂമൊക്കെ ഉണ്ടത്. അതിന് ഉപ്പേനെ തോർത്തെടുക്കാണ്ട കുളിക്കുന്നതെന്ന് മോനിക്കറിയാം. കാരണം ബാത്റൂമിന്റെ ഡോറിന്റെ മേലെ ഉപ്പാന്റെ ലുങ്കിയും തോർത്തും കാണുന്നുണ്ട്. അപ്പൊ ഉപ്പ മനസ്സിലാവില്ല ആ കുരങ്ങൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ ചെയ്തത്. ഉറപ്പല്ലേ? ഔറത്ത് മറച്ചിട്ട് കുളിക്കണം. അത് ഇബാദത്തിന് ഹലാവത്ത് ഉണ്ടാകാനുള്ള ഒരു വഴിയും കൂടിയാണ്. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കണം. ഇപ്പൊ 10ാം ക്ലാസ്സിൽ പണ്ട് പഠിപ്പിച്ച കെമിസ്ട്രിയുടെ സാർ അല്ലെങ്കിൽ ഉസ്താദ് ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കല്യാണത്തിന്റെ അന്ന്, ഫാത്തിമ ഹിബാന്റെ കല്യാണത്തിന്റെ അന്ന് സാറോ ഉസ്താദോ ആരോ വന്നു. അപ്പൊ ഉപ്പ വാ, ഇപ്പൊ ഉസ്താദിനെ കാണൽ ഹറാമല്ലേ? ഈ സാറിന് കാണൽ ഹറാമല്ലേ? ഈ കുട്ടീന്റെ ലജ്ജ ആരാ ഇല്ലാതാക്കണത്? ഉപ്പല്ലേ? ഉമ്മ അങ്ങനെ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ചില ഉപ്പമാരങ്ങനെ ചെയ്യും. വാമോളി എന്നെ പഠിപ്പിച്ച് വേറൊരു നാണം കൂടി ആരമ്പൽ നിൽക്കൂലെന്ന്. ലജ്ജനെ നിരുത്സാഹപ്പെടുത്തല്ല വേണ്ടത്, ലജ്ജ പഠിപ്പിക്കണം കുട്ടികൾക്ക്. ഒന്നാമത് ഈ കുട്ടികൾ പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലജ്ജ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം, ഉമ്മാനെ കണ്ടു പഠിച്ചിട്ടാണ് കുട്ടികൾ ഹയാവും എല്ലാം പഠിക്കല്. അല്ലാമ ബാഖ്റമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ തന്നെ യാസീന് കാണാതെ ഓതാൻ പഠിച്ചത് ഉമ്മ ഓതുന്ന കേട്ടിട്ടാണ്. ഇപ്പൊ ഇവിടുത്തെ ഉമ്മമാര്, ഓരോ ഉമ്മമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, അവര് ബില്ലിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ എന്ന നഫീസത്ത് മാലയും ഫർഫാറ്റ മുഹിയദ്ദീൻ കാവലിലേകല്ല
ഈ ഇരവൊക്കെ മൊഹിയദ്ദീൻ ഇതെവിടുന്ന് ഇവർ പഠിച്ചത്? പണ്ട് ഇങ്ങനെ മത്സരം ഉണ്ടായിന, ജഡ്ജസ് പ്ലീസ് നോട്ട് മൊഹിയദ്ദീൻ ഫോർ ഗേൾസ് ഓൺ ദി സ്റ്റേജ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിന? ഇല്ല. പിന്നെ എവിടുന്ന് ഇത് ഈ ഉമ്മമാര്, ഈ വയസ്സായ ഉമ്മമാര് പഠിച്ച? ഓറുമ്മാൻ്റെ അടുത്തുനിന്ന്. എടുത്താ പഠിച്ച? ഓറുമ്മാൻ്റെ അടുത്തുനിന്ന്. ഇതാണ് പഠിക്കേണ്ടത്. അതിന് ഉമ്മമാര് പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ ഗ്യാസ് കൊണ്ടുവരുന്ന, ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരൻ്റെ മുമ്പിൽ നേരെ മുഖം തുറന്ന് നിൽക്കുന്നുണ്ട്. മത്സ്യ വിൽപ്പന നടത്തുന്ന ആ ജോലിക്കാരൻ്റെ മുമ്പിലും ഉമ്മ നേരെ നിൽക്കുന്നുണ്ട്. ഈ ഉമ്മാന്റെ മോള് ഹാദിയൊക്കെ പഠിച്ചുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് അവളുടെ ജീവിതത്തിൽ ഫുൾ ടൈം ഹിജാബ് ഉണ്ടാവും? പല കുട്ടികളും മദ്രസയിൽ പോകുമ്പോൾ ഹിജാബും സ്കൂളിൽ പോകുമ്പോൾ ഹിജാബ് ഇല്ലായ്മയും എന്തുകൊണ്ടാണ് രൂപപ്പെടുന്നത്? ഈ കുട്ടികൾ ആരെ കണ്ടിട്ടാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്? കുട്ടികൾ മൊത്തം കോൺഫ്ലിക്റ്റ് അല്ലേ? ആരെ കണ്ടിട്ടാണ് ഇത് പകർത്തേണ്ടത്? ആരെ കണ്ടിട്ടാണ് പകർത്തേണ്ടത്? കുട്ടികൾക്ക് ലജ്ജ പഠിപ്പിക്കണം, ഔറത്ത് മറക്കാൻ, വസ്ത്രം കറക്റ്റ് ധരിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അടുത്തത് കാലിന്റെ മേലെ കാല് വെച്ചിട്ട് ഇരിക്കുന്ന സ്വഭാവം ഉണ്ടാവും ചെറിയ പിള്ളേർക്ക് തന്നെ, പ്രത്യേകിച്ച് സോഫ മേലൊക്കെ അപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. കാല് തോഴ്ത്ത് പറയണം, ഒറ്റ വട്ടൊക്കെ പറഞ്ഞാൽ മതി, കുട്ടികൾ നന്നാവും. ജുലൂസ്, ഇരുത്തത്തിന്റെ മര്യാദ പഠിപ്പിക്കണം കുട്ടികൾക്ക്. ഇരുത്തത്തിന്റെ മര്യാദ മൗലിദിന്റെ സദസ്സിലേക്ക് മറ്റെങ്ങനെ ഇരിക്കും? ഓക്കെ പറഞ്ഞു കൊടുക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. കുട്ടികളെ മക്കളല്ലേ, നന്നാവും. ഓവറായിട്ട് സംസാരിക്കുന്ന, ടോക്കറ്റീവ് ഉണ്ടാവും, വായാടിയാവുന്ന സ്വഭാവം ഉണ്ടാവും ചില പിള്ളേർ. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊടുക്കും. അത് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണം. കാരണം അത് വേണ്ട മോനെ, അത് വളരെ മോശം സ്വഭാവമാണ് എന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഈ ഇശായിന് ശേഷം സ്ഥിരമായി ഇങ്ങനെ ദുന്യവിയായ സംസാരിച്ചാൽ എങ്ങനെ നമ്മൾ നന്നാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെറുപ്പുള്ള കാര്യം സ്ഥിരം ചെയ്യുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ലെവലിലേക്ക് എത്തുക? എങ്ങനെ എത്തുക? ഒന്നാമത് നമ്മൾ ഈ അദബ് പഠിപ്പിക്കുന്നിടത്ത് മടിയന്മാരാണ്. എല്ലാവരും ലിബറൽ ആവുകയാണ്. അങ്ങനെ കുറച്ചല്ലേ പിള്ളേർ അങ്ങനെ നോ 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 അങ്ങനെ ചെയ്യരുത്. ഓവറായി സംസാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയല്. അറിഞ്ഞാ എന്ത് നാളെ അർത്താലോ പോലും ആരാ പറയുന്നിട്ട് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയെന്ന്. അതാണ് മുസ്ലിമിന്റെ ഹദീസ. കേട്ടത് മുഴുവൻ പറയൽ തന്നെയാണ് ഒരുത്തൻ കളവറിയുന്നവനാവാനുള്ള കാര്യം. പറയരുത്. പ്രത്യേകിച്ച് ദീനി കാര്യം അറിയാണ്ട് പറയരുത്, ഹറാമാണ്. ഇങ്ങനെ ഉണ്ടാവും. എല്ലാവരും ഇപ്പം മുഫ്തിമാരാന്നല്ല, മൊത്തം മുഫ്തിമാരാണ്. ഇന്ന സ്വലാത്തില്ലാൽ 48 ലക്ഷം കൂലി ഷെയർ ചെയ്യുക, അത്ഭുതം കാണും. എന്ത് കാണും? 2 GB തീരും. വേറെന്ത് കാണുന്നു? എനിക്കറിയോ ആ സ്വലാത്തിന് ഇത്ര കൂലി ഉണ്ട്? അല്ല പറയുന്നിട്ടാണ് ഉസ്താദ്, അത് ഇല്ലെങ്കിൽ തന്നെ നല്ലല്ലേ. കള പറഞ്ഞിട്ടാണോ ഇസ്ലാം പ്രചരിപ്പിക്കല്? പറയരുത്. അറിയാത്തൊന്നും പറയാൻ പാടില്ല. നവവി ഇമാം റഹിമഹുല്ലാഹ് അത് വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. അതേപോലെ അള്ളാഹുവിന് വളരെ വെറുപ്പുള്ള ഒരു കാര്യമാണ് കസ്റത്തു സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യം ഇങ്ങനെ ചോദിക്കല്. ഇപ്പൊ ഉദാഹരണത്തിന് നാളെ ഇവിടെ ഞാൻ ഉച്ചാടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ എന്നോട് ഒരാൾ ഇന്നലെ പോയിനെ പിന്നെന്താ ഇവിടെ? ചെറിയൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. എന്താ കാര്യം? ചെറിയൊരു ആവശ്യം. എന്നാലും നമ്മളോടൊന്നും പറയൂലല്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ലേ? ഒരാൾക്ക് പറയാൻ ആഗ്രഹമില്ലാത്ത കാര്യം കുത്തി ചോദിക്കരുത്. ഇവിടെ എന്താ കാര്യം? ഇവിടെ വരെ ഒന്ന് വന്നതാണ്. ഇവിടെ വരെ എന്ന് വെച്ചാൽ കുറച്ചപ്പുറം വരെ എന്ന് വെച്ചാൽ എന്തിന്? അങ്ങനെയുണ്ട്. ചില ആൾക്കാരെല്ലാം ട്രെയിനെല്ലാം ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൂട്ടാൻ ചില ആൾക്കാർ വരുമല്ലോ. അവരുടെ ചോദ്യമെല്ലാം കേട്ടാൽ ചിലപ്പോൾ നമുക്കെല്ലാം തോന്നലുണ്ട് വയലിന് നടന്നിട്ട് പോയാൽ മതിയേനോ. എന്തെല്ലാം ചോദിക്കൽ റഹ്മാൻ, എത്തപ്പ ചോദ്യം. ഗൾഫുകാർ വന്നപാട് കേൾക്കുന്ന ഒരു ചോദ്യം, എപ്പാ പോക്ക്? മാലിക് ഇമാമിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര വയസ്സായി? മാലിക് ഇമാമ് തിരിച്ചു ചോദിച്ച്, എനിക്ക് എത്ര വയസ്സായി എന്നിട്ട് എനിക്കെന്താ കാര്യം? ഇല്ലല്ലോ, ആവശ്യമില്ലാണ്ട് പോയെ. നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം, ആരോടായാലും അവരുടെ സമയം കളയരുത്.
ചിലപ്പോൾ നമുക്കുള്ളൊരു സൂക്കട വെച്ചാൽ ഒരു വലിയ ഉസ്താദോ അതിഥിയോ തങ്ങളോ ഒരു സ്ഥലത്ത് വന്ന് സോഫമ്മലായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വെറുതെ അടുത്ത് വെച്ചാൽ അത് നേരത്തെ എത്തിയ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് തന്നെ അറിയാം ഭക്ഷണം കഴിച്ചിന് നേരെ എത്ര മണിക്ക് എത്തിയെന്നല്ല നമുക്കറിയാം. എന്നാലും ഭക്ഷണം കഴിച്ചാൽ വേറെ റാത്തന്നല്ല നമ്മളെല്ലാം ഓർമ്മ ഉണ്ടാവും. ഇല്ല എന്ന് പറഞ്ഞ് നീ കുടുങ്ങിയില്ല, എന്തിനാ മോനെ വെറുതെ ചോദിക്കാൻ നിൽക്കുന്നു? എന്തിനാ ചോദിക്കുന്നത്? സൻ എന്നെ ഓർമ്മ ഉണ്ടാ, എന്തിനാ വെറുതെ ചോദിക്കാൻ നിൽക്കുന്നത്? ആവശ്യമില്ലാത്ത ഒരു ചോദ്യം നമ്മൾ ചോദിക്കരുത്. ബൈനു ഇസ്രായേലുകാർ കുടുക്കിയത് അങ്ങനെയാണ്, ചെയ്യരുത്. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കും. അങ്ങനെയുണ്ട് ചില സ്ഥാപനത്തിൻ്റെ ഒക്കെ കിസ്സൊക്കെ അങ്ങനെ പരിപാടി കാണാം. ആ ഖദീജ ബീവിയുടെ മൂത്തമാരെ മോൻ്റെ പേരെന്താന്നാലും ചോദിക്കും. കിസ്സേ ഒരാവശ്യം ഉണ്ടാവില്ല. എന്താ അതിനെ കൊണ്ടൊക്കെ ഉപകാരം? ചോദിക്കരുത്. മനസ്സ് വേദനിപ്പിക്കുന്ന ചോദിക്കരുത്. ചിലപ്പോൾ അവർക്ക് ശമ്പളം പറയാൻ മടിയുണ്ടാവും. എന്താ ചോദിക്കുന്നത്? ചോദിക്കരുത്. ഒന്നും അങ്ങനത്തൊന്നും ചോദിക്കരുത്. ഇപ്പൊ ചിലപ്പം ചില ഉസ്താദുമാര് നമുക്കൊരു ഗൗരവപ്പെട്ട ആളായിട്ട് തോന്നും. എങ്ങനെ തോന്നല്? മൂപ്പറൊന്നും നമ്മളോട് മിണ്ടിയില്ല, കുറേ സമയം ഒന്നിച്ച് ട്രെയിനിലുണ്ടായിരുന്നു, കാറിലുണ്ടായിരുന്നു, ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പിറ്റേന്ന് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്യും. എന്തൊരു കഷ്ടം എന്ന് പറയണ്ടേ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരാൾ യാത്ര ചെയ്തു. എത്ര? 3 മാസം. എവിടെ? ട്രെയിനിലാ, കാറിലാ? അല്ല, കുതിരപ്പുറത്ത്. ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു. ഒട്ടിച്ചേർന്ന് നിന്നിട്ട് യാത്ര ചെയ്തു. എത്ര കാലം? 3 മാസം. ദിക്റും സ്വലാത്തും ഖൈറും ഇൽമും തന്നെ വായിൽ. ആരുടെ? ഗസാലി ഇമാമിന്. ഇയാളോടൊന്നും വേണ്ടിയിട്ടൊന്നുമില്ല. 3 മാസം കഴിഞ്ഞിട്ട് ഗസാലി ഇമാമ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. കുറേ സ്ഥലത്ത് പോകാനുണ്ടായി, എത്തി. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങളെ നാടെടെ? ഡമസ്കസ്. ആ, നല്ല നാട്. ഇയാൾ പറയുന്നുണ്ട്, യാത്ര ചെയ്ത ആൾ പറയുന്നുണ്ട്, ഇതല്ലാത്തൊരു വർത്താനം ഗസാലി ഇമാം പറഞ്ഞിട്ടില്ല. എന്തിനാ സമയം കളയേണ്ട ആവശ്യം? നമ്മളൊക്കെ ആരുടെയും സമയം കളയരുത്. നമ്മളും ഓവറായി സംസാരിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വ ഇന്ന അബഅദകും ഇലയ്യ, എനിക്ക് നിങ്ങളിൽ ഏറ്റവും വെറുപ്പുള്ള ആള്, വ അബഅദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ആഖിറത്തിൽ എന്നോട് ഏറ്റവും ദൂരത്തുള്ള ആള് അസ്സർസാറൂൻ, സർസാർ എന്ന് പറയുന്നവരാണ്. തിർമിദി ഇമാം സർസാറിന്റെ വിശദീകരണം അൽ കസീറുൽ കലാം, ഹുവൽ കസീറുൽ കലാം, ഓവറായി സംസാരിക്കുന്ന ആൾ, ടോക്കറ്റീവ്, തുരുതുരോ വർത്താനം പറയാം. അങ്ങനത്തെ ആളാവരുത്. കുട്ടികളെയും ഓവർ ആവശ്യമില്ലാത്ത കാര്യം ഇങ്ങനെ പടപടാ പറയുന്നത് നിരുത്സാഹപ്പെടുത്തണം. ഇനി അടുത്തത്, വയുംനഉ മിനൽ ഹലിഫി റഅ്സൻ സ്വാദിഖൻ കാന ഔ കാദിബൻ, സത്യം ചെയ്യുന്ന സ്വഭാവം. ബാക്കിയും കൂടി ഈ വാർത്ത വായിക്കാം. ഹത്താ ലാ യഅ്താദു ദാലിക ഫി സിഗരി, ചെറുപ്പത്തിൽ തന്നെ ആ സ്വഭാവം നിരുത്സാഹപ്പെടുത്തണം. വല്ലാഹി സത്യം, ഞാൻ സത്യമായിട്ട് നിസ്കരിച്ചിട്ടാ വരുന്നത്, കാല് നോക്കും. അതൊന്നും സത്യം ചെയ്യാൻ പറയരുത്. അത് കള്ള സത്യമായാലും ഓ നിസ്കരിച്ചിട്ട് തന്നെ വരുന്നത്, എന്നാലും സത്യം ചെയ്യിപ്പിക്കരുത്. ഇമാം ഷാഫി റളിയല്ലാഹു പറയണ്ടല്ലോ, ഞാൻ ചെറിയ പ്രായം മുതലേ ഈ സത്യം ചെയ്ത സ്വഭാവം ഇല്ല. അള്ളാഹിനെ ഇങ്ങനെ സത്യം ചെയ്യാനുള്ള നാട്ടക്കുറ്റിയാക്കരുത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹിനെ വെച്ചിട്ടല്ലേ ഈ വർത്താനം. വല്ലാഹി വല്ലാഹി ഒരു ഗൗരവപ്പെട്ട കാര്യമല്ലേ അത്? കുട്ടികളിൽ അതുണ്ടാവരുത്. സത്യം പറയും വല്ലാഹി. ഉപ്പേനെ ചോദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാ കുട്ടി നന്നാവും? കുട്ടികൾക്ക് അത് നിരുത്സാഹപ്പെടുത്തി കൊടുക്കണം. അതാണ് അടുത്തത്. മഹാൻ തുടരുകയാണ്, അവനേക്കാൾ പ്രായമുള്ള ആള് മുതിർന്ന ആളെ കാണുമ്പോൾ എണീറ്റിക്കണം. നീ എന്താണ് ഉപ്പാപ്പ വരുമ്പോൾ സോഫമിൽ കാൽമക്കാലും വെച്ചിരിക്കുക, നീ എന്താ എണീക്കാത്ത? എണീക്കടാ. ഏട്ടന് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്, ക്ലാസ് എത്ര? 8, ഇവനെത്ര? 4. ഇക്കാക്കയാണ് എണീറ്റ്. അപ്പോ ഓരോ ഉസ്താദ് എന്നല്ലല്ലോ ഇക്കാക്കൽ. ഇക്കാക്കല്ലേ എണീച്ചക്ക്? കാക്കല്ലേ ഇക്കാക്കല്ലേ? എണീക്ക്. അത് നമ്മൾ നന്നായി പഠിപ്പിച്ചോണം. ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരോടുള്ള ബഹുമാനം കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. വലിയ പോയിന്റ് അത്. എന്നാലേ കുട്ടി നന്നാവുള്ളൂ. ഉപ്പ ഉമ്മാന്റെ ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പ മക്കളെ ഉപ്പ മാത്രം ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഉമ്മാനെ തീരെ, ഉപ്പ ഗൾഫിൽ നിന്ന് എല്ലാം അറിഞ്ഞു കേട്ടാ, ഉപ്പാനോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉമ്മാനെ തീരെ അനുസരിക്കണില്ല അല്ലേ? ഉമ്മാനെ അറിയാം നിങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെല്ലാം വളർത്തി. ഉപ്പാക്ക് പൈസ അയച്ചു കൊടുക്കാനൊക്കെ അവിടുന്ന് കമ്പനിയിൽ നിന്ന് ശമ്പളം കിട്ടുമ്പോൾ എളുപ്പം. അതെല്ലാം ഒരു മാസം കൊണ്ട് നടക്കണം ഉമ്മയല്ലേ. എന്താടാ ഉമ്മ പോയാലല്ലേ ഉമ്മാൻ്റെ വില അറിയാം. നിങ്ങളെന്താ ഉമ്മാനോടൊന്നും മര്യാദക്ക്? അത് ആര് പഠിപ്പിച്ചു കൊടുക്കണം? ഉപ്പ പറഞ്ഞു കൊടുക്കണോ? ഉപ്പ പറഞ്ഞു കൊടുക്കണോ?
പക്ഷെ നമ്മളെ നാട്ടിൽ ഉപ്പ നേരെ ഉൾട്ടയാന്ന്, പല ഉപ്പ മാറും. നീ എന്താണ് കരീന്ന്? ടൂറിന് പോകണ്ടെന്ന് പറയുന്നു. ആര്? ഉപ്പ പൈസ എന്തിനെങ്കിലും പോകണ്ടെന്ന്. ആരാ പറയുന്നോട്? ഉമ്മ. എന്താ പോലും ഉമ്മാക്ക് പൊരുത്തമില്ല. അല്ലോ സൈക്ക് മോനെ. ഉപ്പ ദുനിയാവിൽ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. എന്തുപ്പ? എൻ്റെ ഉമ്മാനെ കെട്ടിയ തന്നെ. ഈ മോനെ എങ്ങനെ ഇനി നന്നാവര് പറയും? എങ്ങനെ നന്നാല്? ചില ഉമ്മമാരുണ്ട് തിരിച്ച് മക്കൾ ഉപ്പാൻ അഥവാ ഇയാളെ ഈ പെണ്ണിൻ്റെ ഭർത്താവിനെ പറയും, എന്താടാ പള്ളിയുടെ മുമ്പെന്ന് ഉപ്പ ചൂടായിന്. ഞാൻ പറഞ്ഞിട്ടില്ല, എന്നോട് എത്രയും ചൂടായിക്ക് അടിച്ചോ എന്തു ചെയ്തോ, വീട്ടിൽ നിന്ന് അയക്കുക, ഇത് ആളെ മുമ്പിൽ ഞങ്ങൾക്ക് നാണക്കിടായിരുന്നു. അപ്പോൾ ഉമ്മാരെ വക സൈക്ക് മോനെ 25 കൊല്ലമായിട്ട് ഉപ്പാനും ഉമ്മയും സഹിക്കുകയാണ്. എങ്ങനെ നന്നാവുക? എങ്ങനെ നന്നാവുക? മൂത്തമ്മാനോടുള്ള ബഹുമാനം ആരെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഉമ്മ. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്തമ്മ ഇളയമ്മ എന്ന് പറഞ്ഞ ഉമ്മാന്റെ സ്ഥാനത്താ. നല്ലോണം റമദാൻ്റെ ഒക്കെ ആവാറായല്ലോ, അപ്പോൾ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. കുറച്ച് അത്യാവശ്യം ജോലിയൊക്കെ ഉള്ള നീ മൂത്തമ്മാനെയും ഇളയമ്മാനെല്ലാം കണ്ടുവരി, നല്ല ഫ്രൂട്ട്സും ബേക്കറിയും സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് കണ്ടുവരും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഉപ്പാപ്പനെ ഉമ്മാമ്മനെ ഇങ്ങനെ കാണാൻ വേണ്ടി പോകാൻ പറയണം. ആരാ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഉപ്പിയമ്മയെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം. കല്യാണം കഴിച്ച ചെക്കനോട് നീ എവിടെയെങ്കിലും പോയടാ? ബീച്ചിൽ പോയി, ടൂറ്, മാള് എല്ലായിടത്തും പോയല്ലോ. നീ മൂത്തമ്മാരടുത്ത് പോയാ പോട്, നല്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കോട്ടാ. ഇതാര് പറഞ്ഞു കൊടുക്കണം? ഉമ്മ പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമ്മളെ നാട്ടിൽ ചില സ്ഥലത്ത് തിരിച്ചാണ്ടാല് എവിടെ പോകുന്നടാ? മൂത്തമ്മാരടുത്താ പോകുന്നതല്ല നല്ല. അങ്ങനെ വലിയ കെട്ടും മാറാട്ടൊന്നും വാങ്ങണ്ട. പൈസ എല്ലാം കടയല്ലേ. ഒരു 10 കിരൺ കേട്ടോ, 10 ഒരു കിലോ നേന്ത്രപ്പായും വാങ്ങിക്കോ. 85 ഉറുപ്പ്യക്ക് ഫുള്ളാവും. നേന്ത്രപ്പായും ഇങ്ങനെ നിൽക്കും, 10 ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളാവും. 85 ഉറുപ്പ്യക്ക് കഴിച്ചില്ല. പിന്നെ മൂത്തമ്മാരടുത്ത് കുറേ സമയം നിൽക്കുമെന്ന് വേണ്ട. റമദാനാ വരുന്നത്. മൂത്തമ്മ നല്ലോണം ഗീബത്തും നമീമത്തും ഫിത്നയെല്ലാം പറയുന്ന ആളാണ്, ശ്രദ്ധിച്ചോന്ന്. അപ്പം ഈ ഉമ്മ മൂത്തമ്മാനെ കുറിച്ച് ഇപ്പം എന്താ പറഞ്ഞത്? ദലാൽ ഖൈറത്താ. എന്താ പറഞ്ഞേ? ഗീബത്തല്ലേ. പിന്നെ എങ്ങനെയാ പിള്ളേർ വന്നാല് ഏട്ടനെ കുറിച്ചിട്ടുള്ള കുറ്റ അനിയന് പറഞ്ഞു കൊടുക്കുന്ന എത്ര ഉമ്മയുണ്ട്. എന്തൊരു വൃത്തികേടാണല്ലോ. ഏട്ടനോ എൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് എവിടെയോ ടൂറിനോ മറ്റോ പോയി, അത് അനിയനോട് പറയാ, ഓനെ ഏട്ടനൊന്നും കണ്ടു പഠിച്ചേക്കല്ലേ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്? ഏട്ടനെ കുറ്റം പറഞ്ഞു കൊടുക്കല? ബഹുമാനിക്കാനല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഇരട്ടകളായി ജനിച്ച 2 മഹാന്മാരുടെ ചരിത്രമുണ്ട് കിതാബില്. രണ്ടാളും ഒരാൾ പ്രസവിക്കപ്പെട്ട അടുത്ത ആള് വന്നു. ആദ്യം വന്ന ആൾ ജ്യേഷ്ഠനാണല്ലോ, രണ്ടാമത് വന്ന ആൾ അനുജനും. ഈ അനുജനായ മഹാൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു വട്ടം പോലും എൻ്റെ ഇക്കാക്ക ജ്യേഷ്ഠന്റെ കൂടെ ഞാൻ നടന്നിട്ടില്ല, ബേക്കിലല്ലാതെ. കൂടെ നടന്നിട്ടില്ല, മുമ്പിൽ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒന്നിച്ചെന്നെ നടന്നിട്ടില്ല, ബേക്കിൽ മാത്രം. കാരണം ഉമ്മ പഠിപ്പിച്ച കാക്കയാന്നട്ടാ. എപ്പോ ഒരു 2-3 സെക്കൻഡിന്റെ വ്യത്യാസത്തില് പ്രസവം നടന്ന ഇരട്ടകളെ കുറിച്ച് ഈ സംസാരം. അപ്പോഴാ നമ്മളെ നാട്ടിൽ എന്ത് പറയാ, അവര് വലിയ വ്യത്യാസമൊന്നുമില്ല, അവരെ ആകെ 2.5 കൊല്ലത്ത് വ്യത്യാസമേ ഉള്ളൂ. അതിനെ പറഞ്ഞു കൊടുക്കല്? അങ്ങനെ ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ടത്? അതാണ് നേരത്തെ ഒരാളുടെ കമന്റ് കേട്ടിട്ടില്ല നിങ്ങള്? ഈ കിതാബി പറഞ്ഞ പോലെ നമ്മളെ മക്കളെ പാരന്റിങ് നടത്തിയാൽ നമ്മളെ മക്കളെ എങ്ങനെ നന്നാവാതിരിക്കുക? എങ്ങനെ നന്നാവാതിരിക്കുക? അപ്പൊ കുട്ടികൾക്ക് ബഹുമാനം പഠിപ്പിക്കണം. എന്നിട്ട് ഈ വന്നാക്ക് സീറ്റ് കൊടുക്കാൻ എപ്പോഴും കുട്ടീനോട് പറഞ്ഞു കൊടുക്കണം. കൂടെ അല്ലെങ്കിൽ അടുത്തിരിക്കാനും അവരോട് പറയാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ആശയം. ഞാൻ എൻ്റെ പ്രഭാഷണം ദീർഘിപ്പിക്കണില്ല. അസഭ്യവാക്കുകൾ, ചീത്ത വാക്കുകൾ, ചീത്ത വിളി, ഇതെങ്ങാനും ഒരു വട്ടം കുട്ടിയിൽ നിന്ന് വന്നാൽ ബ്ലോക്ക് ചെയ്യും. എവിടുന്നാണ് ഇത് പഠിച്ചത്? എവിടുന്നാ ഇത് പഠിച്ചേക്കുന്നത്? എന്താണ് നീ പറഞ്ഞത്? നന്നായി ഗൗരവത്തിൽ അതിനെ കാണണം. ഇത്തരം കൂട്ടുകാരിൽ നിന്ന് അവരെ അകറ്റി നിർത്തണം. കാരണം അവര് തീർച്ചയായിട്ടും മോശം കൂട്ടുകാരിൽ നിന്ന് പഠിച്ചതായിരിക്കും ഇത്തരം ചീത്ത വാക്കുകൾ. കാരണം ചുറ്റുവട്ടത്ത് നിന്ന് ഈ ചീത്ത വാക്ക് കുട്ടികൾ പഠിക്കുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ വീട്ടിലെ ബാത്റൂമിലെ പൈപ്പ് ഇങ്ങനെ ടാപ്പ് ഇങ്ങനെ തുറന്നപ്പോ ചെളി വെള്ളം വരുന്നുണ്ട്. പിന്നെ ഭയങ്കര ദുർഗന്ധവും, എന്തോ ജീവിച്ചത്ത പോലെ.
നിറത്തിൽ മാറ്റമുണ്ട്, രുചിയിൽ മാറ്റമുണ്ട്, എല്ലാത്തിലും മാറ്റമുണ്ട്. നമ്മൾ എന്താ ചെയ്യല്? ഈ വെള്ളം, ദുർഗന്ധമുള്ള വെള്ളം വരുന്നോണ്ട് നമ്മൾ എന്താ ചെയ്യല്? പേപ്പടിച്ച് പൊട്ടിക്കോ, ചെവി മുരുടോ? ഇല്ലല്ലോ. അതേപോലെ എന്താ നമ്മൾ ചെയ്യല്? ഉടനെ വാട്ടർ ടാങ്ക് നോക്കുമ്പോൾ ഒരു പൂച്ചകത്തിന് കണ്ട, അപ്പോൾ ടാങ്കിൽ വെള്ളം മാറ്റും. അതല്ലേ ചെയ്യല്? അതേപോലെ നമ്മളെ പിള്ളേർ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നേരെ സ്കൂളിലെ സാറോ മദർസയിലെ ഉസ്താദോ ചെവി മുരുടിയിട്ട് ഓനെ വേദനിപ്പിക്കുന്നതിന് പകരം ഈ പൈപ്പിന്ന് വന്ന ദുർഗന്ധം എവിടുന്നാന്ന് നോക്കുക. വാട്ടർ ടാങ്ക് ഉപ്പിയും ഈ പൊരിഞ്ഞ തെറി വിളിക്കുന്ന നോക്കുന്നുണ്ടെങ്കിൽ ടാങ്ക് മാറ്റാൻ ഉപദേശിക്കുക. ഇടയ്ക്കിടയ്ക്ക് പാരൻസ് മീറ്റിംഗ് വിളിച്ചിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക. അത്ര തന്നെ. ഓട്ടോറിക്ഷൻ്റെ മുമ്പിലത്തെ ടയറാണ് മക്കൾ, ബേക്കിലത്തെ 2 ടയർ ഉപ്പിയുമ്മയാണ്. ഏതെങ്കിലും ഒന്ന് പഞ്ചറായാൽ മുമ്പിലത്തെ ടയറിന് എത്ര കാറ്റുണ്ടായാലും പോലും നല്ല ബുദ്ധിയാണ് ഉസ്താദ്. എന്താണെന്നറിയില്ല. ഒന്നുമല്ല, നമ്മൾ നന്നായാൽ മതി. വടി വളഞ്ഞാൽ നിഴലും വളയും. നമ്മളെ വാക്കായിരിക്കും കുട്ടികൾ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കുക. പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളെ കരിയർ പ്രഷർ നടത്തും ചില രക്ഷിതാക്കൾ. നീ എന്തായാലും ഡോക്ടറാണോ, എന്തായാലും എഞ്ചിനീയറാണോ, CMA പാസ്സായിരിക്കണം. കാരണം കുട്ടികളെ പഠിപ്പിക്കണം, പക്ഷെ പഠനം അവർക്കൊരു മടിയായി തോന്നാൻ പാടില്ല. 2 ദിവസത്തെ വെക്കേഷൻ കിട്ടുമ്പോൾ ഉടനെ തുടങ്ങും വെക്കേഷൻ ക്യാമ്പിലേക്കോ കോളേജിലേക്കോ അയക്കാൻ, കമ്പ്യൂട്ടർ കോഴ്സിലേക്കോ അയക്കാൻ. ഒന്ന് സാലിമാൻ പറയാ, കുറച്ചൊക്കെ കുട്ടികളെ കളിക്കാനൊക്കെ വിടണമെന്ന്, കുറച്ചൊന്ന് റിലാക്സ് ആവണം കുട്ടികൾ. അത് വേണം. കരിയർ പ്രഷർ ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി 10ാം ക്ലാസ്സിലേക്ക് പാസ്സായി എന്ന് വിചാരിക്കുക. ഫാത്തിമ, ഓള് ബാത്റൂമിൽ പോയിട്ട് ഒള്ളോടുത്ത്, ഓൾക്ക് ഒള്ളുവിൽ ചെറിയ വസ്വാസായിട്ട് പിന്നെ ഒള്ളോടുത്ത്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രമൊഴിക്കുമ്പോൾ പിന്നെ എന്തോ ഒരു വേദന, അങ്ങനെ എന്തോ ഒരു 5 മിനിറ്റ് ഡിലേ ആയി. അന്നേരം ഉമ്മ ഫാത്തേ SLC ആണേ, ഓർമ്മണേ, അങ്ങനെ. ഓക്കെ, കുട്ടി എന്തോ ഒന്ന് ഇന്നലെ രാത്രി കുറച്ചധികം പഠിച്ചിട്ട് ഉറങ്ങിപ്പോയിട്ട് ഒന്ന് ഇങ്ങനെ സാധാരണ 5:30 അല്ലെങ്കിൽ 4:30 എണീക്കുന്ന കുട്ടി 5:35 4:35 ആയി. ഫാത്തേ എണീച്ചിട്ടില്ല, SLC ആണേ. എന്നേരം ഈ കുട്ടീനെ വിചാരിക്കും 9 തോറ്റാൽ മതിയേനു. ഇതെന്താ എന്നെങ്ങാൻ വിടാത്ത? കുട്ടികൾക്ക് സ്വപ്നം കാണാനൊക്കെ പഠിപ്പിക്കണം. പക്ഷേ സ്വപ്നം കാണുന്നതിൽ നല്ല തന്നെ പറക്കണമെങ്കിൽ ചിറകും വേണം. പോത്ത് വിചാരിക്കുക നമുക്ക് പറക്കണോ? നടക്കൂല. എത്ര വലുതായാലും നടക്കൂല. പുഴു വിചാരിക്കുന്നത് നാളെ പൂമ്പാറ്റിയാകുന്നതിന് മുമ്പ്, നാളെ ചിറക് വരുന്നതിന് മുമ്പ്, നാളെ മുതൽ പറക്കണം. അതിന് നടക്കും. കാരണം 45 ലക്ഷം അഡ്മിഷൻ തന്നെ കൊടുക്കേണ്ട കോഴ്സിൽ ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന കുടുംബം ഓൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായാലും ഓനിക്ക് മര്യാദ അറബി അക്ഷരം തന്നെ വായിക്കാൻ കഴിയാത്ത ഒരുത്തനെ ഹിഫ്ള് ഖുർആനിൽ ചേർത്താൽ എങ്ങനെ ഉണ്ടാവും? SLCക്ക് തന്നെ എങ്ങനെയോ കഷ്ടി ജയിച്ച് ഒരുത്തനെ പിടിച്ച് സ്റ്റാൻസിൽ തള്ളിയിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഓരോരുത്തരുടെ കരിയർ എന്ന് പറഞ്ഞാൽ അവരുടെ കൊക്കിന് ഒതുങ്ങുന്നത് മാത്രമാകുക. അവരെ പഠിപ്പിച്ചിട്ട് അവർക്ക് പഠനം ഒരു മടുപ്പുണ്ടാകാൻ പാടില്ല. ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്.